അമേരിക്കൻ ആക്രമണങ്ങളിൽ രൂക്ഷ പ്രതികരണവുമായി ഇറാൻ. ഭീഷണിയുടെയും പിടിച്ചുപറിയുടെയും കാലം കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ്. ഇനി കീഴടങ്ങില്ല എന്നും പാർലമെന്റ് സ്പീക്കർ എം.ബി. ഖാലിബാഫ് വ്യക്തമാക്കുന്നത് അസാധാരണ സാഹചര്യം സൃഷ്ടിക്കുകയാണ്. പ്രത്യേകിച്ചും അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇറാനിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ ആക്രമണം ഇറാനിലേക്ക് ഉണ്ടാകുന്നത്. 5 വ്യവസ്ഥകളുടെ ധാരണാപത്രത്തിലെ 5 വ്യവസ്ഥകളുടെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നതെന്നും ശക്തമായി തിരിച്ചടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ ബഹ്റിനിൽ യുദ്ധഭീഷണിയാണ് ഇപ്പോൾ ഉള്ളത്. ബഹ്റിനിൽ മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് ബഹ്റിൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിക്കുന്നു. ബഹ്റിൻ ഇറാൻ ആക്രമിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. US ഇറാനിലേക്ക് നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെയാണ് ഈ ഒരു ആക്രമണം ബഹ്റിനിൽ സംഭവിക്കുന്നത്. 80ഓളം കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കിയ പശ്ചാത്തലം ഉണ്ടാകുന്നത്. US സെൻട്രൽ കമാൻഡന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദീകരണവും നൽകിയ പശ്ചാത്തലം നിർണായകമാണ്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, സാധാരണയായി അമേരിക്കയുടെ ആക്രമണം ഇറാനിൽ ഉണ്ടാകുമ്പോൾ തിരിച്ചടി ബഹ്റിനിലും കുവൈറ്റിലുമാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ്? ബഹ്റിനിൽ സൈറനുകൾ മുഴങ്ങുന്നു, ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം വരുന്നു. ഇറാന്റെ ആക്രമണം ബഹ്റിനിൽ ആരംഭിച്ചോ? രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇറാൻ വെറുതെ ഇരുന്നില്ല. ഇപ്പോൾ ബഹ്റൈന് പിന്നാലെ കുവൈറ്റിലും ആക്രമണം നടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കുവൈറ്റിൽ ഇപ്പോൾ ബഹ്റൈന് സമാനമായിട്ട് എയർ സൈറനുകൾ തുടർച്ചയായിട്ട് മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം പറയുന്നത് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ രാജ്യത്തിന് നേരെ ഉണ്ടായി, അതിൽ നിരവധി മിസൈലുകൾ തകർത്തതായിട്ട് അവരുടെ ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ എവിടെയെങ്കിലും ഈ മിസൈലുകൾ ഹിറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഇതുവരെ വിവരം ലഭിച്ചിട്ടില്ല. IRGC ഇപ്പോൾ പുതുതായിട്ടൊരു പത്രക്കുറിപ്പ് പുറത്തിറക്കി. ആ പത്രക്കുറിപ്പിൽ പറയുന്നത് അമേരിക്കയുടെ ഒരു MQ-9 ഡ്രോണും വെടിവെച്ച് തകർത്തതായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇറാനും നിലവിൽ മേഖലയിൽ പ്രത്യാക്രമണം തുടങ്ങിയിരിക്കുകയാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ എം.ബി. ഖാലിബാഫിന്റെ ഒരു ഭീഷണി പോസ്റ്റ് എക്സിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരം തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ്. എം.ബി. ഖാലിബാഫ് പറഞ്ഞത് പിടിച്ചുപറിയുടെയും അതുപോലെ ഭീഷണിയുടെയും കാലം കഴിഞ്ഞു, ഇനി ഇറാൻ ഒരിക്കലും കീഴടങ്ങാൻ നിൽക്കില്ല എന്നാണ്. അതുപോലെ അമേരിക്ക ഈ ഇറാനുമായി ഒപ്പിട്ട ധാരണാപത്രത്തിൽ വരുത്തിയ 5 ലംഘനങ്ങൾ അദ്ദേഹം അക്കമിട്ട് നിരത്തുന്നുമുണ്ട്. ഈ 5 കാര്യങ്ങളുടെ നഗ്നമായ ലംഘനം നടന്നു എന്ന് എം.ബി. ഖാലിബാഫ് ഈ ട്വിറ്റർ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുമുണ്ട്. അദ്ദേഹം പറയുന്നത് ഹോർമുസ് കടലിടുക്കിലെ ഇറാന്റെ നിയന്ത്രണങ്ങൾ അമേരിക്ക ലംഘിച്ചു, അത് 1ാമത്തെ ലംഘനം. അതുപോലെ വീണ്ടും ആക്രമണങ്ങൾ നടത്തും എന്നുള്ള ഭീഷണി മുഴക്കി. എണ്ണ ഉപരോധങ്ങൾ, ഇറാന് മേൽ പ്രഖ്യാപിച്ചിരുന്ന ഓയിൽ റെസ്ട്രിക്ഷൻസ് അവസാനിപ്പിച്ചുമില്ല. അതുപോലെ തന്നെ തെക്കൻ ഇറാനെ പലപ്പോഴായി ലക്ഷ്യം വെച്ച് ആക്രമണങ്ങൾ നടത്തി. ലെബനനിൽ ഇപ്പോഴും സയനിസ്റ്റ് ശക്തികൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നിങ്ങനെയുള്ള 5 വ്യവസ്ഥകളാണ് US നഗ്നമായി ലംഘിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാകും എന്ന് തന്നെയാണ് എം.ബി. ഖാലിബാഫ് എക്സിൽ കുറിച്ചത്. അതിന് പിന്നാലെയാണ് കുവൈറ്റിലും അതുപോലെ തന്നെ ഇപ്പോൾ ബഹ്റൈനിലും നിലവിൽ ആക്രമണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.